രാജ് ആ ചേട്ടാ, രാജ് ശരിക്കും അപ്സെറ്റാണ് ചേട്ടാ. അവൻ ചോദിക്കുന്ന എന്താ ചേട്ടൻ ചെയ്തു കൊടുക്കത്തെ? അവൻ ചോദിക്കുമ്പോഴൊന്നും എനിക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞാനെന്തിനാ അവന് കാശ് കൊടുക്കണം? ഞാൻ അവൻ എത്ര കാശ് കൊടുക്കുന്നു അത്രയും അവൻ മോശമാവുള്ളൂ. നീ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കാറുണ്ട്. എന്നാൽ അവനോ? ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കാത്ത ഒരുത്തനാണ് അവൻ. അവനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ദാ നോക്ക് ചേട്ടാ, രാജ് വീട്ടിലെ ഏറ്റവും ഇളവനാ. നമ്മൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാ ഇങ്ങനെ. അങ്ങനെയുള്ളപ്പോൾ അവന് നമ്മളല്ലാതെ വേറെ ആരാ സഹായിക്കാൻ? നോക്ക് മേഘ, നീ ദയവേദി നീ അവന് വേണ്ടി എന്നോട് സംസാരിക്കരുത്. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് അവർ പറയരുത്. അവനിനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു തന്നെ വെച്ചോ, അപ്പോൾ ഈ പരാജയം എന്തായാലും അവന് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അവൻ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് എന്ത് ചെയ്തിട്ട് അവൻ എന്നോടിങ്ങനെ? എനിക്കറിയില്ല, എനിക്കത് ഒന്നും മനസ്സിലാവത്തെ. ആ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ തെറ്റിദ്ധരിക്കില്ലല്ലോ? നീ പറ. ചെറിയ പേടിയുണ്ട്. ചെറുതായിട്ടല്ല, കുറച്ച് നല്ല പേടിയുണ്ട്. രാജ് ഭയങ്കര സെന്റിമെന്റലാ. ഒരുപക്ഷെ ഇതുകൊണ്ട് തെറ്റായ തീരുമാനമല്ലോ എടുത്താ? അതാ എൻ്റെ പേടി. ചേട്ടാ, ഇപ്പൊ തന്നെ താമസിച്ചു. ഞാൻ ഇറങ്ങുക. ഞാൻ ഉച്ചക്കലത്തേക്കുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കഴിക്കണേ. എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് തരണം എന്നാ ജോലിക്കാരൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണേ. അത് മാത്രം മതി. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. താങ്ക് യു. പിന്നൊരു കാര്യം, ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 50 ലക്ഷം അയച്ചിട്ടുണ്ട്. എന്തിന്? നിന്റെ NGOക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ടല്ലോ, അവൻ അയച്ചു തന്നതാ. 50 ലക്ഷമോ? അതെ അതെ. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഐ ലവ് യു. ഐ ലവ് യു ടു സോ മച്ച് മൈ സിസ്റ്റർ. അയ്യോ, വളരെ വൈകി. ഞാൻ ശരി. ശരി. പോയിട്ട് വാ. ബൈ. ശ്രദ്ധിച്ചു പോണേ. ശരി ചേട്ടാ.